കത്തോലിക്ക സഭയും NSSഉം. കേരള സർക്കാരിന്റെ കേരളിനെതിരെ കേരളത്തിലെ പ്രബല സമുദായങ്ങളായ കത്തോലിക്ക സഭയും NSSഉം രംഗത്ത്. കേരളിനെതിരായുള്ള ജനങ്ങളുടെ വിമർശനങ്ങൾ പൂർണ്ണമായും അവഗണിക്കാനാകില്ല എന്ന് കത്തോലിക്ക സഭ പറയുമ്പോൾ ഭൂമി നഷ്ടപ്പെടുന്നവരുടെ പ്രതിഷേധം കണ്ടില്ലെന്ന് നടിക്കരുത് എന്ന വിമർശനമാണ് NSS ഉയർത്തുന്നത്. ജനങ്ങളുടെ ആശങ്കകൾ സഭ കണക്കിലെടുക്കും. ജനങ്ങളെ ഇരുട്ടിലാക്കി നിർത്തിക്കൊണ്ട് പദ്ധതി അടിച്ചേൽപ്പിക്കരുത് എന്ന് KCBC പറയുന്നു. കേരള പദ്ധതിക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് കേരള കത്തോലിക്ക സഭ ഉയർത്തിയിരിക്കുന്നത്. ട്രാക്ടറിനെയും കമ്പ്യൂട്ടറിനെയും വെല്ലുവിളിച്ചവർ തങ്ങളെ വികസന വിരോധികളായി ചിത്രീകരിക്കേണ്ട എന്നാണ് സഭ പറയുന്നത്. കേരള പദ്ധതിയുടെ വിശദാംശങ്ങളെക്കുറിച്ചും അതിന്റെ നടത്തിപ്പും പ്രായോഗികതയും സംബന്ധിച്ച അസങ്കീർണതകളെക്കുറിച്ചും സാമ്പത്തികവും പാരിസ്ഥിതികവുമായ വിവിധ വശങ്ങളെക്കുറിച്ചും ആഴമായ പഠനങ്ങളില്ലാത്ത പക്ഷം ആർക്കും ഇത്തരമൊരു പദ്ധതിയോട് അനുകൂലമായ മനസ്ഥിതി ഉണ്ടാകില്ല എന്ന് സഭ ഓർമ്മിപ്പിക്കുന്നു. പൗരന്മാർക്ക് കാര്യങ്ങൾ വിശദമാക്കി നൽകുവാനും അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാനും സർക്കാർ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കാത്തത് ഈ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള സംശയം ജനിപ്പിക്കുന്നുണ്ട് എന്നും സഭ ആശങ്ക രേഖപ്പെടുത്തുന്നു. അതിനു പകരം പോലീസിനെ രംഗത്തിറക്കി ബലം പ്രയോഗിച്ച് സ്വകാര്യ ഭൂമികളിലൂടെ നടത്തുന്ന സർവേകളും കല്ല് സ്ഥാപിക്കലുമൊക്കെ ഈ നാട്ടിലെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ കടപ്പെട്ടിരിക്കുന്ന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ആശങ്കാജനകമാണെന്ന് കത്തോലിക്ക സഭ പറയുന്നു. 10,000-കണക്കിന് കുടുംബങ്ങളാണ് ഈ സാഹചര്യത്തിൽ അരക്ഷിതാവസ്ഥയിൽ അകപ്പെട്ടിരിക്കുന്നത്. ഇത് ഗൗരവമായി തന്നെ സർക്കാർ ഉൾക്കൊള്ളണമെന്നാണ് കേരള കത്തോലിക്ക സഭ ചൂണ്ടിക്കാട്ടുന്നത്. കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ വിവിധ പദ്ധതികൾക്ക് വേണ്ടി 10,000-കണക്കിന് ആളുകൾ പാതയോരങ്ങളിലേക്ക് കുടിയിറക്കപ്പെട്ട സാഹചര്യമുണ്ട്. മുലമ്പള്ളി കുടിയിറക്ക് പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇത്തരം മുൻ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ആളുകൾ ആശങ്ക മുന്നോട്ട് വെച്ചത്. ആ ആശങ്കകൾ കണ്ടില്ലെന്ന് നടിക്കാൻ സഭയ്ക്ക് ആകില്ല. അതിനെതിരായ ശബ്ദങ്ങളെ രാഷ്ട്രീയമായും പോലീസിനെ ഉപയോഗിച്ചും അല്ല നേരിടേണ്ടത്. മറിച്ച് ജനാധിപത്യ മര്യാദകളോടെ അഭിമുഖീകരിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് സഭ ആവശ്യപ്പെടുന്നു. ഇക്കാര്യത്തിലും മറ്റെല്ലാ സാമൂഹ്യ വിഷയങ്ങളിലും സഭയ്ക്ക് സാധാരണക്കാരായ മനുഷ്യരുടെയും രാഷ്ട്രത്തിന്റെ നന്മയുടെയും പക്ഷം മാത്രമേ ഉള്ളൂവെന്നും മറ്റുള്ള വ്യാഖ്യാനങ്ങളും പ്രചരണങ്ങളും തീർത്തും അടിസ്ഥാനരഹിതവും അപ്രസക്തവുമാണെന്നും കത്തോലിക്ക സഭ ചൂണ്ടിക്കാട്ടുന്നു. സഭയ്ക്കൊപ്പം കേരള പദ്ധതിക്കെതിരെ സർക്കാരിനെ വിമർശിച്ച് കേരള നായർ സർവീസ് സൊസൈറ്റിയും മുന്നോട്ട് വന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഭൂമി നഷ്ടപ്പെടുന്നവരുടെ പ്രതിഷേധം സർക്കാർ കണ്ടില്ലെന്ന് നടിക്കരുത് എന്ന് NSS ആവശ്യപ്പെടുന്നു. ദീർഘവീക്ഷണമില്ലാതെ സാമ്പത്തിക പുരോഗതി മാത്രം ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ ജനക്ഷേമകരമല്ലെന്നും NSS വിമർശിക്കുന്നു. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക എന്നത് സർക്കാരിന്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണെന്നും NSS ഓർമ്മപ്പെടുത്തുന്നു. അതേസമയം CPM പാർട്ടി കോൺഗ്രസിന് ശേഷം പ്രതിപക്ഷ സമരത്തെയും മറ്റ് ജനകീയ ചെറുത്തുനിൽപ്പുകളെയും കർശനമായി നേരിടാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനമെന്നാണ് പറയപ്പെടുന്നത്. കേരള വിഷയത്തിൽ കത്തോലിക്ക സഭയും NSSഉം ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ കടന്നു വന്നതിനെ ഏറെ പ്രതീക്ഷയോടെയാണ് പൊതുസമൂഹം വീക്ഷിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾക്ക് പുറമെ കേരളത്തിലെ 2 പ്രബല സമുദായങ്ങൾ കൂടി കേരള വിഷയത്തിൽ സർക്കാർ നിലപാടിന് എതിരഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ ആ പ്രതിഷേധങ്ങളെ അതിജീവിക്കുവാൻ ഇടതുമുന്നണിയുടെ ധാർഷ്ട്യ നിലപാട് മാത്രം മതിയാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. ജനങ്ങളുടെ അഭിപ്രായം കൂടി സർക്കാരിന് പരിഗണിക്കേണ്ടി വരുമെന്ന് ചുരുക്കം.